പത്തനംതിട്ട കോയിപ്പുറത്തെ ദമ്പതികൾ രണ്ട് യുവാക്കളെ തല്ലിച്ചതച്ച് അതിക്രൂരമായി കൃത്യം നടത്തിയതിന് പിന്നിൽ എന്താണ് എന്നതിലേക്കാണ് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ തെളിവുകൾ ഇപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന സംഭവവികാസങ്ങളും കേട്ടറിവുകളും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ നോക്കുമ്പോൾ വലിയ ആശയക്കുഴപ്പമുണ്ടാകുന്നു. ഒരുപാട് സംഭവവികാസങ്ങൾക്ക് ക്ലാരിറ്റി, വ്യക്തത വരുത്തേണ്ടതുണ്ട്. ചുരുളുകൾ ഒരുപാട് ഇനി അഴിയാനുണ്ട്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള രണ്ട് പ്രതികളെ ഇനി വിശദമായി ചോദ്യം ചെയ്യണം, അവരെ കസ്റ്റഡിയിൽ വാങ്ങണം, തെളിവെടുപ്പിനായി കൊണ്ടുപോകണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസിലെ വഴിത്തിരിവിലേക്ക് പോകാൻ കഴിയുള്ളൂ. അന്വേഷണം കൂടി ചേരുന്നുണ്ട് അനന്തൻ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ആ കള്ളക്കഥകളൊക്കെ തന്നെ പൊളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പല വഴിക്ക് സഞ്ചരിക്കണം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഈ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തന്നെ അനന്തൻ തന്നെ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആ കേസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കേസിൽ കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉയരുന്ന ചോദ്യങ്ങൾ എന്താണ്? ഈ ക്രൂരകൃത്യത്തിന്റെ രീതി നോക്കുമ്പോൾ അതിന് പിന്നിൽ നടത്തിയിട്ടുള്ള ഈ തിരക്കഥ, ഈ ഡ്രാമ, ഈ പ്രതികൾ കേസിനെ വഴിതിരിപ്പിച്ച് വിടാൻ നടത്തിയ നീക്കങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോൾ ഇനി പോലീസിന് എത്രത്തോളം ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് അനന്തൻ? പ്രജീഷ്, ഇതിനകത്ത് ഹണി ട്രാപ്പ് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയമാണ്. ഇതിനകത്ത് ഇനിയും ദുരൂഹതകൾ ഒരുപാടുണ്ട്. മാത്രമല്ല, ഈ എന്തിനാണ് രശ്മിയും ജയേഷും ചേർന്ന് ഈ രണ്ട് യുവാക്കളെ മർദ്ദിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് നിലവിൽ സംശയം, അതിനൊപ്പം തന്നെ പ്രതികാരം, ഈ രണ്ട് കാര്യങ്ങളാണ് പോലീസ് അതിലാണ് അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരിക്കേറ്റ യുവാവിൻ്റെ മൊഴി കൂടി പരിശോധിക്കുമ്പോൾ സംഭവിച്ചതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പക്ഷേ നമുക്കുണ്ടായ അതേ സംശയം ആ യുവാവിനും ഉണ്ടാവുകയാണ്. രശ്മിയുമായിട്ടുള്ള ഒരു റിലേഷൻ്റെ പുറത്താണ്, അതുമായി ബന്ധപ്പെടുത്തിയാണ് ജയേഷ് ഇത്തരമൊരു ആക്രമണം നടത്തുന്നതെങ്കിൽ എന്തിനാണ് ജയേഷും ഒപ്പം ഈ ക്രൂരതയ്ക്ക് രശ്മിയും കൂടെ ചേർന്നത് എന്നുള്ളൊരു സംശയം അയാളും ഉന്നയിക്കുന്നുണ്ട്. അതാണ് പൊതുവിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം. അപ്പോൾ ഈ മർദ്ദനത്തിന് പിന്നിൽ ഇനി എന്താണ് എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ ഈ മർദ്ദനത്തിന് ഇരയായവരും പ്രതികളായിട്ടുള്ളവരും 4 പേരാണ് മൊത്തമുള്ളത്. ഈ 4 പേരും തമ്മിൽ ബന്ധങ്ങളുണ്ടായിരുന്നു, അവർ പരസ്പരം അറിയുന്നവരായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ജയേഷിൻ്റെ മൊഴി അനുസരിച്ച് ഭാര്യയുമായി ബന്ധം പുലർത്തിയിരുന്ന 2 പേരെ ആക്രമിച്ചു എന്നുള്ളതാണ് അയാളുടെ മൊഴി. ഈ യുവാക്കളും പറയുന്നത് വീട്ടിൽ വിളിച്ച് വരുത്തിയ ശേഷം ജയേഷ് അടിക്കുമ്പം ചോദിക്കുന്നതും അതുതന്നെയാണ്. എന്തിനാണ് എൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാണ് മർദ്ദനമെന്ന് ഈ യുവാക്കളും മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനൊരു ബന്ധമേ ഈ സ്ത്രീയുമായിട്ടുണ്ടായിരുന്നില്ല, ഇതിനി എന്തിനാണ് അയാൾ അങ്ങനെ ചോദിച്ച് മർദ്ദിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്ന ഭർത്താവിനൊപ്പം എന്തിനാണ് രശ്മിയും കൂടെ ചേരുന്നത് എന്നുള്ളതാണ് യുവാക്കളും ചോദിക്കുന്നത്. അപ്പോൾ ജയേഷ് പറയുന്നത് രശ്മിയുമായി ഈ 2 യുവാക്കൾക്കും ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. യുവാക്കൾ പറയുന്നത് അങ്ങനൊരു ബന്ധം ഞങ്ങൾക്ക് അവരുമായിട്ടില്ല. പക്ഷേ വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിക്കുമ്പോൾ ജയേഷ് ചോദിച്ചത് അത്രയും സ്വന്തം ഭാര്യയുമായി ഇവർക്കുള്ള ബന്ധത്തെക്കുറിച്ചാണ്, അത് സമ്മതിക്കണമെന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം എന്നുള്ളതാണ്. അപ്പോൾ ഒരു യുവാവിന്റെ സംശയരോഗത്തിന്റെ പുറത്ത് ഇപ്പോൾ റിട്ടയർഡ് SP സക്കറിയ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, ഈ കേസിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ തുടക്കത്തിൽ ഇതിന്റെ FIR രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു യുവാവിനെ തല്ലിച്ചതയ്ക്കപ്പെട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. പിന്നീട് പോലീസ് അതിലേക്ക് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം ഒരു കള്ളക്കഥ രൂപപ്പെടുന്നു. പിന്നീട് അതിന്റെ വഴിക്ക് പോലീസ് സഞ്ചരിക്കുന്നു. പിന്നീട് നമ്മൾക്ക് അതിശയകരമായ രീതിയിലേക്ക് ഈ കേസ് വഴിമാറുകയാണ്. യുവാവിനെ കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടിത്തൂക്കി തല്ലിച്ചതച്ച് ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലെയർ അടിച്ചു കയറ്റുന്നു, നഖത്തിൽ പിന്നെ തിരികെ കയറ്റുന്നു. അങ്ങനെ അങ്ങേയറ്റത്തെ ക്രൂരതയ്ക്കാണ് യുവാവിനെ വിധേയമാക്കുന്നത്. അതും ദമ്പതികൾ ചേർന്നുള്ള ഒരു കൃത്യമാണ്. അപ്പോൾ ഈ കേസിന്റെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി പോലീസിനെ സംബന്ധിച്ചുള്ള എത്രത്തോളം വെല്ലുവിളി ഈ കേസിന്റെ ചുരുളഴിക്കാനുണ്ട്? തീർച്ചയായിട്ടും ഇത് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ട്രെൻഡായിട്ട് നമുക്ക് കാണാം. കാര്യം IT വേൾഡിലൊക്കെ ഒത്തിരി ഫെസിലിറ്റീസ് കിട്ടിയപ്പോഴേ ആൾക്കാര് അതെല്ലാം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാര്, എപ്പോഴും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആൾക്കാര് അവർ നന്നായി ജീവിക്കുന്നു. അവർക്ക് അവരുടെ പേരൻസും അവരുടെ ഫോർഫാദേഴ്സും ഒക്കെ ജീവിച്ച ക്വാളിറ്റി ഉള്ള ലൈഫ് അവർ ഫോളോ ചെയ്യുന്നു. പക്ഷേ ഇന്ന് നെറ്റിലൊക്കെ കയറി കഴിയുമ്പം വളരെ മോശപ്പെട്ട കാര്യങ്ങൾ കാണാനും അതുപോലെ മോശപ്പെട്ട ഫിലോസഫീസും പ്രിൻസിപ്പിൾസും ഒക്കെ ഈ വ്യത്യസ്ത ന്യൂജൻ മതങ്ങളും അല്ലെങ്കിൽ ആശ്രമവാസികളും ഒക്കെ ഇറക്കുന്ന ഓരോ ചിന്തകളുണ്ട്. അതൊക്കെ കേട്ടും തൊട്ട് കഴിഞ്ഞു കഴിയുമ്പം എല്ലാവർക്കും വളരെ സന്തോഷവും അതുപോലെ ലാവിഷായിട്ടുള്ള ലൈഫ്, ആർഭാട ജീവിതത്തിന് വേണ്ടി പണം കണ്ടെത്താനായിട്ട് പോകുന്നു. പിന്നെ നമുക്കറിയാം കേരളം മൊത്തം ഏറെക്കുറെ ഡ്രഗില്
തൊട്ട് മുങ്ങി നശിച്ച് കിടക്കുവാണ്. അപ്പൊ അവിടെയൊക്കെ പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹീനസ് ക്രൈമിലേക്ക് കടക്കുവാണെങ്കിൽ അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ശ്രീ സക്കറിയ ജോർജ്, ഈ ദൃശ്യങ്ങൾ ആ വീട്ടിലെ ഇവർ ദമ്പതികളുടെ വീട് കേന്ദ്രീകരിച്ചുള്ള ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അങ്ങേയറ്റത്തെ മോശാവസ്ഥയിലുള്ള ഒരു വീടാണ്. ആ വീട്ടിലാണ് ഒരു ക്യാമറയുടെ ദൃശ്യം കാണുന്നത്. ക്യാമറ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏകദേശം വ്യക്തമാവുകയാണ്. പക്ഷേ ഇതിൽ FIR-ൽ പോലീസ് ഇപ്പറയുന്ന ഹണി ട്രാപ്പാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഇത്രയധികം ശോച്യാവസ്ഥയിലുള്ള ഒരു വീട്ടിൽ എന്തിനാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമല്ലേ? ഇനി തിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഹണി ട്രാപ്പ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹണി ട്രാപ്പിൽ സാധാരണ കേസുകളിലാണെങ്കിൽ എന്താണ് ഈ പറയുന്ന വിക്ടിംസിനെ അല്ലെങ്കിൽ ലക്ഷ്യമിടുന്ന ആളെ കൊണ്ടുവന്ന് നിർത്തി ഈ സ്ത്രീയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ, അത് ദമ്പതികളാരോ മറ്റുള്ളവർ, ഈ ലക്ഷ്യം ഇട്ട് ഇറങ്ങുന്ന ആളുകളൊക്കെ തന്നെ അവരെ ചേർത്ത് നിർത്തി ഫോട്ടോയോ മറ്റ് ലൈംഗിക വീഴ്ചയുടെ മറ്റെന്തെങ്കിലും അങ്ങനെയൊക്കെ ദൃശ്യങ്ങളാണ് സാധാരണഗതിയിൽ എടുക്കാറുള്ളത്. ഇതിവിടെ ഒരു റിവഞ്ചോടുകൂടി ആ ശരീരം മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് അങ്ങേയറ്റത്തെ ഹീനകൃത്യം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നത് മുന്നിലേക്ക്. അത്ര ഉള്ള ഹണി ട്രാപ്പുകളൊക്കെ ആദ്യം മേജർ സിറ്റീസിലൊക്കെ ആയിരുന്നു. കൊച്ചിയിലൊക്കെ ഇത് വളരെ കൂടുതലാണ്. ഡെയിലി റെന്റിനുള്ള ഫ്ലാറ്റുകളിലൊക്കെ വിളിച്ചു വരുത്തി ഇത്തരത്തിലുള്ള ക്രൈം കാണിച്ചുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് പലരുടെയും കാശ് അവർ വാങ്ങിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനം കാര്യമുള്ള ഒരു സോഷ്യൽ സ്റ്റിഗ്മയാണ്. ഇതിലൊക്കെ യാദൃശ്യമായിട്ടൊരു ഫോൺ കോൾ വിളിക്കുമ്പോൾ അതിൽ വിളിച്ച് അറ്റൻഡ് ചെയ്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കുണ്ടാകാവുന്ന ഒരു ഷെയിമിങ് കാര്യങ്ങളും കൊണ്ട് പലരും ഇത് പറയാതിരിക്കും. പക്ഷെ ഇവര് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കി. ഗൾഫിലും അവിടെ ഇവിടെയെല്ലാം ഉണ്ട് ഇപ്പൊ ഈ ഒരു ട്രെൻഡ്. അതുകൊണ്ട് ഗൾഫിലൊക്കെ ബംഗ്ലാദേശി, ശ്രീലങ്കൻ ലേഡീസും ഒക്കെ ഫിലിപ്പീൻസ് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിവിടെ വന്നു കൊച്ചിയിലായിരുന്നു. അതിപ്പോ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ഈ ക്രൈം അവർ ബോറോ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നു. അപ്പൊ അവിടുത്തെ അന്തരീക്ഷവും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് വെച്ച് അവരും ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുന്നു. പക്ഷെ ഇതിന് സ്ട്രോങ് ആക്ഷൻ വേണം. ഇപ്പൊ നിയമസഭ കൂടുവാണ്. ഇവരെയൊക്കെ കാപ്പ കേസിൽ പിടിച്ചിട്ട് നാട് കടത്തണം. കാര്യം ഈ കുറ്റകൃത്യങ്ങൾ കാണിച്ചിട്ട് ഇവരെ നാട്ടിൽ തന്നെ കിടന്ന് ഇവർക്ക് സുഖിക്കാനും പിന്നെ ബാക്കി തുടർ ജീവിതം നയിക്കാനും പറ്റാത്ത പോലെ ഇവരുടെ പേരിൽ സ്ട്രിഞ്ചന്റ് ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാല് കുട്ടികൾക്കൊക്കെ ആൾക്കാരെ പരിചയപ്പെടാനും പിന്നെ ഒക്കെ ഉള്ള ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പം നല്ലൊരു കോളാണെന്ന് വിചാരിച്ചായിരിക്കും പലപ്പോഴും പലരും കോൾ അറ്റൻഡ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോഴാണ് ഇവര് സംസാര താണ്ഡവം ആടുന്നത്. ഞാൻ വനവാസ ലേഡിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ലേഡി ഒരു കൊച്ചുകുട്ടിയുമായിട്ട് വന്നു. നമ്മൾ കാണുമ്പോൾ വളരെ ഇന്നസെന്റ് ലുക്കിംഗ് ഒക്കെ ആയിട്ട് കുട്ടിയെ തോന്നുന്നുണ്ട്. പക്ഷെ ആ കുട്ടിയും അതിന്റെ അമ്മ ഒരു ബാങ്കിലെ ജീവനക്കാരിയായിരുന്നു. അവിടെ ഹണി ട്രാപ്പിന് വേണ്ടിയിട്ട് നിന്ന് ഒരു ഇൻഷുറൻസിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി പെടുവിജാൻ അവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസുണ്ടായിരുന്നു. ഇവര് വന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ മുമ്പിൽ, അന്ന് ലോക്നാഥ് ബെഹ്റയാണ്, അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് അദ്ദേഹത്തോട് പരാതിപ്പെടുവാണ്. അവരെ ടോർച്ചർ ചെയ്തെന്നും കുട്ടിയെ പിന്നെ പ്രഗ്നന്റ് ആക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരാതി പറയുന്നത്. ആക്ച്വലി ഇതൊരു ഡ്രാമയാണ്. ഇതൊക്കെ പൊളിച്ചേ പറ്റുള്ളൂ. ഇതിന് നമുക്കൊരു സ്ട്രോങ് ഇൻവെസ്റ്റിഗേഷൻ വിമൻ സെൽ സ്റ്റേറ്റിൽ വേണം. ശക്തിയായ ഒരു ശക്തി എന്ന് പറയുമ്പോൾ ബുദ്ധിപരമായി ശക്തിയും നിയമ കാര്യങ്ങളിൽ വിവരവുമുള്ള നല്ലൊരു വനിതാ IPS ഓഫീസറെ കൊണ്ട് ഇതിനൊരു ടീം ഉണ്ടാക്കി ഇത് തീർച്ചയായിട്ടും ഇത് ഇല്ലായ്മ ചെയ്യണം. ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന്, കേരള തനിമയെന്നൊക്കെ പറയുന്ന സംസ്കാരത്തിന് ഇത് അപകടമാകും. പലയിടത്തും എക്സ്ട്രാ മാരിറ്റൽ ലൈഫും ഇപ്പം ലിവിംഗ് ടുഗദറും കോഹാബിറ്റേഷനും ഒക്കെ ശ്രീ സക്കറിയ ജോർജ്, വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി ഇത് മാറേണ്ടതുണ്ട്, ഇതിന്റെ അന്വേഷണം പോകേണ്ടതുണ്ട് എന്നാണ് റിട്ടയർഡ് SP കൂടിയായ സക്കറിയ ജോർജ് പ്രതികരിച്ചത്. ഈ നാട്ടുകാരെ സംബന്ധിച്ചോളം അവർക്ക് പെട്ടെന്നൊരു ആശങ്കയാണ്. ഞങ്ങളുടെ നാട്ടിലാണോ ഈ സംഭവം ഉണ്ടായത്? ഞങ്ങളുടെ മുന്നിലൂടെ നടന്നു പോയിട്ടുള്ള ഈ വ്യക്തികളാണോ, ഈ ദമ്പതികളാണോ ഇങ്ങനെ ക്രൂരകൃത്യത്തിന് നേതൃത്വം നൽകിയത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചോളം ഉണ്ട്. ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചില ദുരൂഹതകൾ അവർ സംശയിക്കുന്നുമുണ്ട്. കാരണം ആഭിചാരമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടുത്തെ ആളുകൾ, നാട്ടുകാർ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. നാട്ടുകാരുടെ ചില പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടുപോകാം. നമ്മൾ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഇത് ഞങ്ങൾ ഇച്ചിരി കുറച്ച് മാറിയ ഈ വാർത്ത കാണുമ്പോഴത് ഞങ്ങളും ഓടിയോ ഇത് എന്തോ പറ്റി എങ്ങനെയാണെന്നുകൊണ്ട് ഞങ്ങളും എല്ലാവരോടും പരസ്പരം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇവരെ ഒരു മനുഷ്യരുമായിട്ട് സഹകരണമില്ല, ആരോടും മിണ്ടത്തുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ട് കടയിൽ പോകും വരും, ആരോട് ഞങ്ങളോട് പോലും മിണ്ടത്തില്ല. ഞങ്ങളടുത്തൊക്കെയാണ് ഒരു സഹകരണമില്ല, ആരോടും മിണ്ടത്തുമില്ല. ഒരു ഇതില്ല, ഇവർ കുടുംബം മാത്രം അങ്ങനെയേ ഉള്ളൂ, അല്ലാതെ ആരോടും ഒരു സഹകരണമില്ല ഇവര്.
സൂചന എന്ന് വെച്ചാൽ പോലീസ് വണ്ടി വരുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് എവിടെ പോവാ എന്തുവാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതും ഇവിടെ ആന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇന്ന് ഇന്ന് രാവിലെ കാണുമ്പോഴാണ് ഞങ്ങളും ഇതറിയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഈ ഒന്നും അറിയത്തില്ല. പിന്നെ ഇവിടെ ഈ ഒരു ഭാഗം മുഴുവനും ഒരു പൂജാമുറി പോലെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇവിടെ വിളക്ക് തീരും, സാമ്പ്രാണി തീരുടെ മണം അങ്ങനെയൊക്കെയായിരുന്നു. നമ്മൾ വന്ന് നമ്മുടെ കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നെ വഴി വെച്ചൊക്കെ കാണുമ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ പോളിയോ കൊടുക്കാനൊക്കെ ആണെങ്കിലും വന്ന് അവിടെ വന്ന് കുറവൻകുഴി സബ് സെൻ്ററിൽ അവിടെ വന്ന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ പകലൊന്നും ഇവിടെ അങ്ങ് ആരും കാണത്തില്ല. ഇവരുടെ അമ്മ മരിച്ചുപോയി, അമ്മയും അച്ഛനും മരിച്ചുപോയി. അപ്പോൾ പകൽ ഇവിടെ വരുമ്പോഴത്തേക്ക് കാണത്തില്ല. ഇവിടെ ജോലിക്കൊക്കെ ഇറങ്ങി വീട്ടുജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ വരുമ്പോൾ ആരും കാണത്തില്ല. പിന്നെ വഴി വെച്ചൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പിള്ളേരുടെ കാര്യമൊക്കെ ചോദിച്ചു കൊടുക്കും. എപ്പോഴും രശ്മി ഫോണിൽ കൂടെ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. 24 മണിക്കൂറും അവിടെ ചെവിയിൽ ഇങ്ങനെ ഫോണുണ്ടാകും. അപ്പോൾ രാവിലെ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അതിലെ കൂടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ജോലി വല്ലതാണ് അവർക്ക് ഈ ജയേഷ് എന്ന് പറയുന്നവനും ഇവർ കുറേ നാൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് വലിയ പ്രയാസത്തിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സ്കൂളിലെ ടീച്ചർമാരപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട്, ഇങ്ങനെ സ്കൂളിൽ ചെന്ന് തിരക്കിയാൽ ഇതൊക്കെ തന്നെ അവർ പറയത്തുള്ളൂ. അപ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറയിലൊരു വീട്ടിൽ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ പൊതിച്ചോറിന് ഇവളെന്നും പോയി സഹായിച്ച് കൊടുക്കാറുണ്ട്. ദിവസം രാവിലെ പോകും അങ്ങോട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാൻ ആ വീട്ടിൽ സഹായിക്കാൻ പോകുമായിരുന്നു. എന്നും വൈകിട്ട് തിരിച്ചൊരു 4, 4:30, 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് കയറി വരും. യുവാക്കളെ തല്ലിച്ചതച്ച ദമ്പതികളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നതടക്കം ദുരൂഹത നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഡോക്ടർ എൽസി ഉമ്മൻ കുടിച്ചിരുന്നുണ്ട്. ഡോക്ടർ എൽസി ഉമ്മൻ, നാട്ടുകാർ പറഞ്ഞത് കേട്ടുമല്ലോ. അവരെ സംബന്ധിച്ചോളം അവർ ഞെട്ടലിലാണ്. കാരണം അവരുടെ കൺമുന്നിലൂടെ നടന്ന സംഭവമാണ്. അല്ലെങ്കിൽ അവിടെ അവർക്ക് പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നും 2 പേരിൽ നിന്നും ഇങ്ങനെയൊന്നും സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ അവർക്ക് 2 കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പോലീസിന് ഈ കേസിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം മറ്റൊരു യുവാവ് കൂടി ഈ സംഭവത്തിലേക്ക് വരികയാണ്. ആ യുവാവിനെയും സമാനമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്താണ്, ഇതിൻ്റെ കണക്ഷൻസ് എന്താണ്? മറ്റൊരു ഈ ഇരയായിട്ടുള്ള ഈ തല്ലിച്ചതയ്ക്കപ്പെട്ട യുവാവിൻ്റെ കാമുകി, ആ കാമുകിയും ഇവർ തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി ഈ പ്രതിയായ ജയേഷ് തിരക്കഥ മെനഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചുരുളഴിയേണ്ടതുണ്ട്. അപ്പോൾ ഈ സംഭവത്തിൽ ഇനി അന്വേഷണ സംഘത്തിന് എത്രത്തോളം പ്രയത്നിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്? നോക്കൂ, ഏതെങ്കിലും ഒരു രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൈം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ വിക്ടിം, അതായത് ഇര എന്ന് പറയുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ 2 ചെറുപ്പക്കാരാണ് ഇവിടെ, അവരെ കുറിച്ചുള്ള ഒരു വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു പഠനം ഇവർ നടത്താറുണ്ട്. ആ പഠനത്തിന്റെ ഭാഗമായിട്ടാണ് അവരുടെ റിലേഷൻഷിപ്പും അവരുടെ പേഴ്സണൽ മാറ്റേഴ്സും ഒക്കെ മനസ്സിലാക്കി ആ തരത്തിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുന്ന തരത്തിലൊക്കെയും കാര്യങ്ങൾ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ്. അത് തന്നെയല്ല, ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. ഇവർ ആരെയാണ് വിളിച്ചത് ആ സമയത്ത്? ഈ ക്രൂരകൃത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മൊബൈലിലൂടെ അവർ ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അത് ആരാണ്? അപ്പോൾ ഇതൊരു ഗാങ് ആക്ടിവിറ്റി ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയല്ല, നാട്ടുകാർക്ക് ആർക്കും തന്നെ അവരെ ഒരു പരിചയവുമില്ല. എപ്പോഴും ഫോണിനകത്ത് മാത്രം ഇരിക്കുന്ന ഒരു സ്ത്രീ, ആരുമായിട്ടും ഒരു ഇടപഴകലില്ല. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള ഒരു ദുരൂഹ സാഹചര്യം തുടക്കം മുതലേ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരെങ്കിലും കുട്ടികളുടെ വാക്സിനേഷൻ സംബന്ധിച്ചോ ഇമ്മ്യൂണൈസേഷൻ സംബന്ധിച്ചോ എല്ലാം പോവുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും ഒരു മിനിമൽ ടോക്ക് ആരെങ്കിലുമായിട്ട് മാത്രം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. അത് തന്നെയല്ല, ഇടയ്ക്ക് എന്തൊക്കെയോ പൂജകൾ നടത്തുന്ന ഒരു പ്രതീതി അവർക്ക് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെയും തന്നെ ഒരുപാട് ദുരൂഹതകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്ലോട്ടാണ് ഉണ്ടായത്, ഏതൊക്കെ തരത്തിലുള്ള ഒരു പ്ലാനിങ് ആണ് ഉണ്ടായത്? തീർച്ചയായിട്ടും ഇത് ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാം, ഇത് ഒരു സാമൂഹ്യ വിരുദ്ധത തന്നെയാണ് അവിടെ ഉണ്ടായത്. ആ തരത്തിലുള്ള ഒരു പ്രവണത തന്നെയാണ് ഉണ്ടായത്. ആ തരത്തിലുള്ള ഒരു പീഡനം തന്നെയാണ് അവിടെ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയും കൂടെ ഇതിന് കൂട്ടു നിൽക്കുക എന്ന് പറയുന്നതാണ്. അതായത് ഇപ്പോൾ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വീഴ്ച വന്നാൽ പോലും ഈ തരത്തിലുള്ള ഒരു ക്രൈമിന് കൂട്ടു നിൽക്കുക, അത് എത്രമാത്രം ശരിയായിരുന്നു? ഈ തരത്തിൽ ഇവർ ഈ പറയപ്പെടുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? ഇതൊന്നും തന്നെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴത്തെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് അങ്ങേയറ്റം പൂരമായിട്ട് ഒരു മനുഷ്യനെ പീഡിപ്പിക്കുക, അല്ലെങ്കിൽ അത്രയും മൃഗീയമായിട്ട് ഒരു മനുഷ്യനോട് ഇടപഴകുക, അത് തന്നെയല്ല ഒരു ആഭിചാരത്തിന്റെ മറവിൽ അല്ലെങ്കിൽ കർമ്മത്തിന്റെ മറവിൽ എന്തൊക്കെയോ വേറെ തരത്തിലുള്ള ഒരു ഭാഷ സംസാരിക്കുന്ന പോലെയോ മറ്റൊരാളായിട്ട് പെരുമാറുന്ന പോലെയൊക്കെയോ ആ ഇരയ്ക്ക് ഫീൽ ചെയ്തതായിട്ടാണ് കാലത്ത് നമ്മൾ കേട്ടത്. അപ്പൊ ആ തരത്തിലൊക്കെയും പെരുമാറുക, അല്ലെങ്കിൽ അത് പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് അത് ബ്ലാക്ക് മെയിൽ ചെയ്യും, അല്ലെങ്കിൽ ഇത് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയും എന്നൊക്കെ ഉള്ളൊരു
തരത്തിൽ ഇത് എത്തിക്കുക, ഇതൊക്കെയും തന്നെ ഒരു ക്രിമിനൽ വാസന ഉള്ളവർ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത്. അത് തന്നെയല്ല, ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ശരി, ഹണി ട്രാപ്പ് ഒരു പടം എടുക്കുകയോ ഒരുമിച്ചൊരു പിക്ചർ എടുക്കുകയോ അല്ലെങ്കിൽ 1-2 ചാറ്റൊക്കെ കാണിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ ഒക്കെ. പക്ഷെ ഇപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ശരാശരി എല്ലാ മലയാളികൾക്കും നിയമ സാധ്യതയെക്കുറിച്ചും നിയമ സംവിധാനത്തെക്കുറിച്ചും ഒക്കെ അത്യാവശ്യം ബോധമുണ്ട്. അവർ ബോധവൽക്കരിക്കപ്പെട്ടവരാണ്, സാമാന്യമായുള്ള എല്ലാ മലയാളികളും. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള ഒരു ചെറിയ തോതിലത്തെ ഒരു ഹണി ട്രാപ്പിലൊക്കെ ആളുകളെ കൊടുക്കുക എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല, പണ്ടേ കാലത്തെ പോലെ പോസിബിൾ അല്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു കൊടിയ പീഡനം നൽകുകയാണെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെയും പ്രത്യേകിച്ചും ലൈംഗിക ആരോപണങ്ങളൊക്കെ വെച്ച് ആ തരത്തിലൊക്കെയും പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അങ്ങേയറ്റം ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരു മനസ്സാണ് അങ്ങനെയുള്ളവർക്ക്. അപ്പൊ അവർക്ക് അതേ സാഹചര്യത്തിലൂടെ വീണ്ടും കടന്നു പോകാൻ തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു ട്രോമയിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് ശാരീരിക പീഡനമായിക്കോട്ടെ മാനസിക പീഡനമായിക്കോട്ടെ അതിന്റെ വേദന എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്, നമ്മളൊക്കെ ഊഹിക്കുന്നതിനും അങ്ങേയറ്റമാണ്. അപ്പൊ ആ തരത്തിലുള്ള വേദനയിൽ നിന്നും അവർക്ക് മറികടന്ന് വരിക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് അത് വീണ്ടും അണ്ടർഗോ ചെയ്യുക ബുദ്ധിമുട്ടാണ്. ഒരു പക്ഷേ അതാവാം അവര് ഒരു ടൂളായിട്ട് ഉപയോഗിച്ചത്. കാരണം ഇനിയും ഈ തരത്തിൽ പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പീഡനത്തിന് ഇരയാകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ആയിരിക്കാം ഒരു പക്ഷെ തുടക്കത്തിൽ മറ്റൊരു കഥയുമായിട്ട് ഇവർ വന്നത്. അതിനൊക്കെയും സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ ഒരു മുഴുവൻ വിവരം ലഭിക്കാതെ നമുക്കത് ഇതിനപ്പുറത്തേക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. യെസ്, വളരെയധികം നന്ദി ഡോക്ടർ എൽ സി ഉമ്മൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ പങ്കുവച്ചതിന്. പത്തനംതിട്ടയിലെ ക്രൂരമർദ്ദനത്തിലെ ഞെട്ടലിലാണ് ഇപ്പോൾ കോയിപ്പുറം നിവാസികളുള്ളത്. അവരുടെ ഇടയിലേക്ക് തന്നെ പോകാം. സി കെ അബിലാൽ ചേരുന്നുണ്ട്. അബിലാൽ, നേരത്തെ നമ്മൾ നൽകിയിട്ടുള്ള രാവിലെ ഈ വാർത്ത ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ ദമ്പതികളുടെ വീട് ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇവരുടെ കുട്ടികളെയൊക്കെ ഇപ്പോൾ ഇവിടേക്കാണ് മാറ്റിയിട്ടുള്ളത്, സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടോ? അപ്പം ഈ നാട്ടുകാർ പറയപ്പെടുന്ന കാര്യങ്ങൾ, ഇനി തെളിവെടുപ്പൊക്കെ നടത്തണം. അതാണ് ഈ കേസിനെ സംബന്ധിച്ചോളം ചുരുളഴിയേണ്ട ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ഈ കുടുംബത്തിന്റെ പശ്ചാത്തലം ഉൾപ്പെടെയൊക്കെ നോക്കുമ്പോൾ ഇനി അടുത്ത നടപടികൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അബിലാൽ? ഉദ്ദേശി കേസുമായി ബന്ധപ്പെട്ട നിർണായക നീക്കത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ആറന്മുള പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ സംഭവം നടന്ന ഈ വീട് നിൽക്കുന്നത് തൊട്ടടുത്തുള്ള സ്റ്റേഷൻ പരിധിയാണ്, കോയിപ്പുറം. അതുകൊണ്ട് തന്നെ കേസുകൾ രണ്ടും ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതിൽ ആദ്യത്തെ കേസിൻ്റെ നിയമപരമായ അല്ലെങ്കിൽ രേഖാപരമായ കൈമാറ്റം കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ആലപ്പുഴ കാവാല സ്വദേശി 19-കാരൻ പരാതിക്കാരനായിട്ടുള്ള ആ കേസ് കോയിപ്പുറം സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഇനി 30 വയസ്സുകാരൻ റാന്നി സ്വദേശി പരാതിക്കാരനായിട്ടുള്ള കേസിൻ്റെ കൈമാറ്റം അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം തന്നെ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ടിട്ടുള്ള 2 പ്രതികൾ, ജയേഷിന്റെയും ഭാര്യ രശ്മിയുടെയും കസ്റ്റഡി കാലാവധി വൈകുന്നേരത്തോടു കൂടി അവസാനിക്കുകയാണ്. 7 മണിക്ക് മുൻപായി ഇരുവരെയും കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. എന്നാൽ അതിന് മുൻപായി തെളിവെടുപ്പ് കൂടി പോലീസിനുള്ളതായാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇരകൾ 2 പേരാണ് ഇരകൾ. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടീമിനെ ഫോം ചെയ്യാനാണോ സാധ്യത? അല്ലെങ്കിൽ മറ്റ് നിലവിലുള്ള ഈ സംഘം തന്നെയായിരിക്കുമോ അന്വേഷിക്കുക, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമിനെ ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ ഈ കേസിന്റെ ഒരു അന്വേഷണം നിർണായക ഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ കേസ് ആറന്മുളയിൽ നിന്നും കോയിപ്പുറത്തേക്ക് മാറ്റുക എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക സംഘത്തെ ഇതിന്റെ നിയോഗിക്കുക എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. അല്പം മുമ്പ് തിരുവല്ല ഡിവൈഎസ്പി സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി മടങ്ങി. ആ സമയത്ത് പോലീസുമായി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്താനാകുകയില്ല. അതൊരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കേസ് അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേസിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറേണ്ടത് 1-ാം പ്രതിയായിട്ടുള്ള ജയേഷിന്റെ മൊബൈൽ ഫോണാണ്. അതിൽ പ്രധാനപ്പെട്ട തെളിവുകൾ, വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്നാൽ ഒരു പ്രത്യേക ഫോൾഡറിൽ രഹസ്യ പിൻ നമ്പർ ഉപയോഗിച്ച് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പിൻ നമ്പർ അടക്കം വെളിപ്പെടുത്താൻ അയാൾ തയ്യാറായിട്ടില്ല എന്നാണ് പോലീസിന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ചുരുക്കത്തിൽ ഇനി പോലീസിന് മുൻപിലുള്ള പോംവഴി എന്നുള്ളത് FSLൽ ഇത് നൽകിക്കൊണ്ട് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക, അങ്ങനെ ആ ഫോൾഡർ തുറക്കുക. അതിൽ കൂടുതൽ ദൃശ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് കണക്കാക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ 2 പേർക്കപ്പുറം മറ്റാരെങ്കിലേക്കും ഇവരുടെ കൈകൾ നീണ്ടിട്ടുണ്ടോ, കൂടുതൽ ആളുകൾ സമാനമായ രീതിയിൽ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് അടക്കമുള്ളവയൊക്കെ തന്നെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് ആറന്മുള പോലീസ് വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ തുടരന്വേഷണം കോയിപ്പുറം പോലീസ് ആയിരിക്കും ഏറ്റെടുത്ത് നടത്തുക. DYSP തിരുവല്ല അതിൻ്റെ മേൽനോട്ടം വഹിക്കും. എന്തായാലും ഈ സമീപ കാലയളവിലെങ്ങും കേരളത്തിൽ എവിടെയും കേട്ടിട്ടില്ല
ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്രൂരമായ നടപടികളാണ് ദമ്പതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. രഹസ്യ ബന്ധം പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയും കൂടി ചേർന്നുകൊണ്ട് ഇരുവരെയും സൗഹൃദപരമായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. തുടർന്ന് ക്രൂരമായ രീതിയിൽ പെരുമാറുന്നു. ഇതിനിടെ തന്നെ ലൈംഗികമായി ബന്ധപ്പെടുന്നു എന്ന തരത്തിൽ അഭിനയിച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നു. തുടർന്ന് അതിക്രൂരമായ പീഡനമാണ് ഇരുവരും ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഈ മാസം 1-ാം തീയതിയായിരുന്നു ആദ്യ സംഭവം. ഉച്ചയ്ക്ക് 12:30 ബാംഗ്ലൂരിൽ നിന്നും എത്തിയ ഏറെ നേരമായി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമാനതകളില്ലാത്തൊരു സംഭവമായി ഇത് കേരളത്തിൽ ഈ കേസ് മാറുകയാണ്. ഈ കേസിൽ ചുരുളഴിയേണ്ട ഒരുപാട് വസ്തുതകൾ ഇനിയുമുണ്ട്. അങ്ങനെ അന്വേഷണം സംഘം കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചിട്ടില്ല. രഹസ്യ സ്വഭാവമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഓരോ ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ നിർണായകമായിരിക്കും.